ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രാത്രിയാണ് പോകുന്നത്, ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. രാത്രി 8:30ക്കാണ് നമുക്ക് ട്രെയിൻ. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ജബൽപൂരാണെന്നറിയാമല്ലോ. അവിടെ നിന്ന് നമ്മൾ ഒരു 7:15 ആയപ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഇത് നമ്മളൊരു റിക്ഷയിലാണ് കേട്ടോ പോകുന്നത്. സാധനങ്ങളൊക്കെ പറക്കി കെട്ടിക്കൊണ്ട് നമ്മൾ പോവാണ്. നമ്മൾ പോകുന്നത് ജോധ്പൂരിലേക്കാണെന്ന് പറഞ്ഞല്ലോ. നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു ഇടമാണ്, നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ളതാണ്. നമ്മളിവിടെ ആദ്യമായിട്ട് പോകുന്നത് ഒരു 2018 ഒക്ടോബർ 15-ാം തീയതിയാണ് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോഴും നമുക്ക് ടിക്കറ്റ് കിട്ടിയതും കൃത്യമായിട്ട് നമ്മൾ ജോധ്പൂർ എത്തുന്നതും വീണ്ടും 7 വർഷങ്ങൾക്ക് ശേഷം അതേ ഡേറ്റിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ട്രെയിനിൽ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ കുട്ടികൾ വേഗം കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഡുഗു നേരത്തെ തന്നെ എഴുന്നേറ്റായിരുന്നു. ആരും എഴുന്നേറ്റില്ലായിരുന്നു. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു വന്നിരുന്നത് കേട്ടോ. അപ്പോൾ ചായ വന്നപ്പോൾ നമ്മൾ വേഗം ചായ മേടിച്ചു വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ടൊമാറ്റോ ചട്നിയും ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി ഓരോ കളികളൊക്കെ കളിച്ചിട്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആരും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് വിശന്നു. അപ്പോൾ ആരും കുറച്ച് ഇഡ്ഡലിയും ടൊമാറ്റോ ചട്നിയും കഴിച്ചു. ഡുഗുവിന് നമ്മളൊരു വെജ് താലി മേടിച്ചു കൊടുത്തു. അതും കഴിച്ചിട്ട് നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ പുലരയിൽ ഇറങ്ങി കേട്ടോ. അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങി നമ്മൾ കുറച്ച് നേരം പോസ്റ്റായിട്ട് അവിടെ നിൽക്കേണ്ടി വന്നു. ഒരു 3:30 നമുക്ക് അവിടെ നിന്ന് അടുത്ത ട്രെയിൻ ഉണ്ടായിരുന്നത്. നമ്മൾ അവിടെ നിന്ന് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോയി. അപ്പോൾ കുറച്ച് ദൂരം നടന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തി. അപ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു, തലേദിവസം ഉറക്കമൊന്നും വരാത്തതിൻ്റെ. അപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഞാൻ കയറിയത് അപ്പം തന്നെ കിടന്നുറങ്ങിയിട്ടോ. ഞാനുണ്ടാകും. പിന്നെ എഴുന്നേറ്റ് നോക്കി അച്ഛനും മോനും കൂടി ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് തമ്മിത്തല്ലോടുന്നു. നോക്കിയപ്പോൾ കുറച്ച് സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ച് നിൽക്കുന്നത് കണ്ടു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ഇറങ്ങാറായുള്ള സ്ഥലത്തെത്തിയത്. വേഗം തന്നെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ജോധ്പൂരിന് മുമ്പുള്ള ഒരു സ്റ്റേഷനിൽ ഇറങ്ങാനായിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ട്രെയിൻ അവിടെ നിർത്തിയപ്പോൾ നമ്മളവിടെ വേഗം ഇറങ്ങി. അപ്പോൾ നമ്മളെ വിളിക്കാനായിട്ട് വരുന്നത് എൻ്റെ ആങ്ങളെയാണ് കേട്ടോ. അപ്പോൾ നോക്കി എൻ്റെ ആങ്ങളെയും മോനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഹരിക്കുട്ടനാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടിട്ട് 2.5 വർഷമായിട്ടോ ഞങ്ങൾ വീണ്ടും കണ്ടിട്ട്. നമ്മൾ എല്ലാ വർഷവും ഇവിടേക്ക് വരാറുണ്ട് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ നിന്ന് കണ്ടു. നമ്മൾ കാറിൽ കയറി ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. 7 വർഷം മുന്നേ നമ്മളിവിടെ വന്നതും നമ്മൾ ആദ്യമായിട്ട് ഇവരെ പരിചയപ്പെട്ടതും ഇത്രയും ക്ലോസ് ആയതും ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഒരു ഫാമിലി പോലെ നമ്മൾ മാറിയതും ഒക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ. ഇപ്പോഴും അത് മുന്നോട്ടേക്ക് നിലനിന്ന് പോകുന്നു. അപ്പോൾ നമ്മൾ പതുക്കെ അവരുടെ ക്വാർട്ടേഴ്സിലേക്ക് കയറുവാണ്. അവിടെ നമുക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആരുവിൻ്റെയും ഡുഗുവിൻ്റെയും സുജിയാൻ്റെയും അമ്മു ചേച്ചിയൊക്കെ കേട്ടോ. വേഗം തന്നെ ചേച്ചിയും അമ്മും പിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വേഗം എടുക്കാനായിട്ട് വന്നു. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ വരുന്ന കഴിഞ്ഞ വർഷം പറഞ്ഞെങ്കിൽ നമുക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ തവണ വരുന്നു പറഞ്ഞിട്ട് ഇവർക്ക് തീരെ വിശ്വാസമാവുന്നുണ്ടായിരുന്നില്ല. വന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ ഒരു സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ ചേച്ചി നല്ല ചീത്ത പറയുന്നതുകൊണ്ട് നമ്മൾ സർപ്രൈസ് ഒന്നും വേണ്ടെന്ന് വെച്ചു. പിന്നെ വേഗം തന്നെ അകത്തേക്കൊക്കെ കയറി. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം കേട്ടോ, ക്ഷീണിച്ചു വെണ്ണം വെച്ചു എന്നൊക്കെ. അപ്പോൾ അമ്മൂനെ പിന്നെ നമ്മൾ വേഗം അകത്തേക്ക് കയറിയപ്പോൾ അമ്മമ്മ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. പിന്നെ നമ്മൾ വേഗം ഫുഡൊക്കെ എടുത്ത് വെച്ച് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.